വെൽക്കം ബാക്ക് ടു ഗൃഹ ഹോം സ്റ്റോറീസ് ബൈ HHS Inframark. നമ്മൾ ഇന്നുള്ളത് കരുനാഗപ്പള്ളി കൊറ്റുവേട്ടത്താണ്. ഇവിടെ സമീർ സാറിൻ്റെയും സുമിയ മേഡത്തിൻ്റെയും ഏറ്റവും പുതിയ വീടിൻ്റെ വിശേഷമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു ക്ലീൻ കണ്ടംപററി ഡിസൈനിൽ ചെയ്തേക്കുന്ന ഈ വീട് 10 സെൻറ്റിലാണ് നിൽക്കുന്നത്. 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയുള്ള ഈ വീടിന് ഒരുപാട് മനോഹരമായിട്ടുള്ള ഏരിയകളുണ്ട്. നമുക്കിനി ഓരോ ഏരിയകളും ഒന്ന് കാണാം. കരുനാഗപ്പള്ളിയിൽ തന്നെ ലീഡിംഗ് ബിൽഡേഴ്സ് ആയിട്ടുള്ള ബെസ്റ്റ് ബിൽഡേഴ്സ് ആണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ മോഡുലാർ കിച്ചൺ അതുപോലെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഇന്റീരിയർ വർക്കുകളും HHSന്റെ തന്നെ ഇന്റീരിയർ ഡിവിഷൻ ആയിട്ടുള്ള നിഷ് ഇന്റീരിയേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള സ്റ്റെയർ കേസും HHS Inframarkന്റെ മോഡുലാർ സ്റ്റെയർ കേസ് ടീമാണ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി സ്റ്റീൽ മേക്ക് ചെയ്തിട്ട് വുഡ് കൊണ്ട് കയറിയിട്ടാണ് ഈ സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. നോർമലി ഒരു വീടിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഈ വീട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ട്, ഫോർമൽ ലിവിംഗ്, ഫാമിലി ലിവിംഗ്, ഡൈനിങ്, മോഡുലാർ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, ബാൽക്കണി, മാത്രമല്ല ഒരു ഹോം തിയേറ്ററും ഈ വീട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ബെഡ്റൂം ഒക്കെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തേക്കുന്ന വർക്കുകളാണ്. ഓരോ ഭാഗവും അത്ര കണ്ട് മനോഹരമാണ്. നമുക്ക് ഓരോ ഭാഗത്തിന്റെയും ചില പ്രത്യേകതകൾ മാത്രം കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഫോർമൽ ലിവിംഗ് ഏരിയയിലാണ്. ഈ ലിവിംഗ് ഏരിയയുടെ പ്രത്യേകതയിൽ എടുത്തു പറയാൻ സാധിക്കുന്നത് ഈ കാണുന്ന ഫുൾ ഇൻറ്റീരിയർ വർക്കും ഒപ്പം ഈ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റുമാണ്. നമ്മൾ ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിൽ നിന്നാലും ഫോർമൽ ലിവിംഗ് ഏരിയയിൽ നിന്നാലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് റൊട്ടേറ്റിംഗ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ഫ്രണ്ട് എലിവേഷനും മാച്ച് ചെയ്തിട്ടാണ് ഈ TV കൺസോൾ ഏരിയയും ചെയ്തേക്കുന്നത്. ഫോർമൽ ലിവിങ്ങിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ഫാമിലി ലിവിംഗ് ഏരിയ കൂടെ കാണാൻ സാധിക്കും. നമ്മുടെ സ്റ്റെയർ ഏരിയയുടെ താഴെയായിട്ടാണ് അതിന് സ്പേസ് കണ്ടെത്തിയിരിക്കുന്നത്. മനോഹരമായിട്ട് ആട്ടുകട്ടിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടീക്കൂടി ചെയ്തിട്ടുള്ള ഈ ഒരു ഫർണിച്ചറും HHSന്റെ ഇന്റീരിയർ ടീം തന്നെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ എല്ലാ വിൻഡോസും ഇതുപോലെ പാനലിംഗ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു 8 സീറ്റ് ടേബിൾ ആണ് ചെയ്തേക്കുന്നത്. സ്റ്റോൺ ടോപ്ഡ് ആയിട്ട് വരുന്ന ടേബിൾ ആണ്. ഈ ഒരു ഫർണിച്ചറും നമ്മുടെ ഇന്റീരിയർ ഡിവിഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോമൺ ആയിട്ടുള്ള വാഷ് ഏരിയയും ചെയ്തേക്കുന്നത്. ഈ വീടിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് സെലക്ട് ചെയ്തിട്ടുള്ള ടൈല്. ഇറ്റാലിയൻ മാർബിളിന്റെ ആ ഒരു ഡിസൈനിൽ വരുന്ന 6x4 സൈസിലുള്ള ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ടൈല് ഫിക്സ് ചെയ്തേക്കുന്നതിനകത്തും പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ സ്കേർട്ടിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ സാധാരണ ചെയ്യുന്ന ഒരു സ്കേർട്ടിംഗ് രീതിയല്ല. ഡസ്റ്റുകളൊന്നും വന്ന് കിടക്കാത്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് സ്കേർട്ടിങ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ടൈല് ഫിക്സ് ചെയ്തേക്കുന്നത് സ്പേസ് ഇട്ടിട്ട് അപ്പോസി ഫിനിഷിലല്ല, പേപ്പർ ജോയിന്റ് ആണ്. കാര്യം ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ വളരെ ഭംഗിയായിട്ട് അറിയാൻ പേപ്പർ ജോയിന്റ് തന്നെയാണ് അടിപൊളി. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ഈ വീട്ടിൽ 4 ബെഡ്റൂമാണുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ കോൺസെപ്റ്റിൽ തന്നെയാണ് മറ്റ് 2 ബെഡ്റൂം ചെയ്തേക്കുന്നത്. ഒരു ബെഡ്റൂം കിഡ്സ് റൂം ആയിട്ടാണ് ചെയ്തേക്കുന്നത്. സ്ലൈഡിംഗ് ടൈപ്പിലാണ് വാർഡ്രോബ് ചെയ്തേക്കുന്നത്. ഫുൾ ഹൈറ്റിലാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ബെഡിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ വീടിന്റെ ഒരു എക്സ്റ്റീരിയർ ഫിനിഷിന് കിട്ടുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ, ഒരു കർവ്ഡ് ഫിനിഷ്. ആ കർവ്ഡ് ഫിനിഷ് തന്നെയാണ് ഈ ബെഡ് ഏരിയ ആണെങ്കിലും ഹെഡ് ബോർഡ് ആണെങ്കിലും ചെയ്തേക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ വീടിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടീക്കൂട്ടിലാണ് ഈ കിങ് സൈസ് ബെഡ് ചെയ്തേക്കുന്നത്. ഹെഡ് ബോർഡും മറ്റ് ഭാഗങ്ങളെല്ലാം നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ പ്ലൈവുഡിൽ ലാമിനേറ്റ് ചെയ്തേക്കാണ്. വൈഡായിട്ടുള്ള വിൻഡോ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള കർട്ടൻസ് കൊണ്ടത് ഭംഗിയാക്കിയിട്ടുമുണ്ട്. ഡ്രസ്സിംഗ് സ്പേസിലാണെങ്കിൽ ഫുൾ ഹൈറ്റിലാണ് ഈ മിററും ഈ ഒരു ലൂവർ ഫിനിഷും കൊണ്ടുവന്നേക്കുന്നത്. ബാത്റൂമിലേക്ക് വരുമ്പം FRP ഡോറാണ് ചെയ്തേക്കുന്നത്. വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഏരിയ ബാത്റൂമിന് കൊണ്ടുവന്നിട്ടുണ്ട്. വാഷ് കൗണ്ടറോട് കൂടിയിട്ടുള്ള ഒരു ബാത്റൂമാണ് ചെയ്തേക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വാൾ ഹാങ്ങിങ് ക്ലോസറ്റും ആണ്. വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു ഗ്ലാസ് എൻക്ലോഷറും യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് വരുന്നത്. എല്ലാ ഡോസിനും ബാക്കിൽ സ്റ്റോപ്പർ ചെയ്തിട്ടുണ്ട്. സെയിം അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ആ ഒരു കർവ്ഡ് കോൺസെപ്റ്റ് തന്നെയാണ് എല്ലാ ഭാഗത്തും ചെയ്തേക്കുന്നത്. ടീക്കൂടി തന്നെയുള്ള കർവ്ഡ് ആയിട്ടുള്ള ബെഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈഡ് ടേബിൾ ആണെങ്കിലും ചെറിയൊരു കളർ ചേഞ്ച് മാത്രമാണ് ഉള്ളത്. ഡിസൈൻ എല്ലാം അതേ രീതി തന്നെയാണ്. അതുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് വാർഡ്രോബും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫുൾ ഹൈറ്റ് തന്നെയാണ്. ഇവിടെ മെറ്റൽ ബീഡിങ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈൻ എലമെന്റും കൊണ്ടുവന്നിട്ടുണ്ട്. സെയിം സ്ലൈഡിംഗ് രീതി തന്നെയാണ് ചെയ്തേക്കുന്നത്. എല്ലാ വാർഡ്രോബിന്റെയും സൈഡ് പോർഷനിലും യൂസ്ഡ് ക്ലോത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക യൂണിറ്റ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെയിം കോൺസെപ്റ്റിൽ തന്നെയാണ് ഈ ബെഡ്റൂമിന്റെ ബാത്റൂം ചെയ്തിട്ടുള്ളത്. യൂസ് ചെയ്തേക്കുന്ന ടൈലുകളുടെ ഡിസൈനിൽ മാത്രമാണ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഈ സ്റ്റെയറിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കർവ്ഡ് ഫിനിഷ് കാണാൻ സാധിക്കും. സെൻസർ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് ലൈറ്റ് ഈ സ്റ്റെയറിന്റെ എല്ലാ ഭാഗത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടീക്കൂട്ടിന്റെ ഹാൻഡ് റെയിലിൽ ഗ്ലാസ് ഫിനിഷിലാണ് ഈ ഹാൻഡ് റെയിൽ ഏരിയ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഒരു ബേവിന്റെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു പോർഷനാണ് ഇവിടെ ഈ ഒരു സ്റ്റെയർ ഏരിയ ചെയ്തേക്കുന്നത്. എപ്പോഴും എല്ലാവരും സ്റ്റെയറിന്റെ ഈ ഒരു ബാക്ക് വാള് വളരെ മനോഹരമാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെയാണെങ്കിൽ വളരെ വെറൈറ്റി ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. പർഗോള ഫിനിഷ് വന്നേക്കുന്നത് വുഡൻ ഷെയ്ഡിലാണ്. ഇത് ആക്ച്വലി മെറ്റലാണ്.
ഗ്രൗണ്ട് ഫ്ലോറിനേക്കാളും വളരെ മനോഹരമായിട്ട് ഇവിടുത്തെ ടൈലിന്റെ ഫിനിഷ് അറിയാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴാണ്. വിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിംഗ് ഏരിയ ആണ് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ വീട്ടിലെ എല്ലാ ഫർണിച്ചറുകളും HHSന്റെ ഇന്റീരിയർ ഡിവിഷൻ ആയിട്ടുള്ള നിഷ് ഇന്റീരിയേഴ്സ് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഈ സിങ്ക് സീറ്റും. എൻ്റെ ബാക്കിൽ കാണുന്നത് വളരെ വൈഡായിട്ട് ഗ്ലാസ്സിലാണ് ഈ വാൾ ചെയ്തിട്ടുള്ളത്. സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോമാറ്റിക് റോളിംഗ് ഷട്ടറും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഷട്ടറിന്റെ മെക്കാനിസം പുറത്ത് കാണാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് അവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയയിൽ ചേർന്ന് തന്നെയാണ് സ്റ്റഡി ഏരിയ ചെയ്തേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടും എന്നാൽ എഫക്റ്റീവ് ആയിട്ടാണ് സ്റ്റഡി ഏരിയ ചെയ്തേക്കുന്നത്. ഈ വീട്ടിൽ 4 കുട്ടികളാണുള്ളത്. 4 പേർക്കും വളരെ സുഗമമായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള ഒരു ഏരിയ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം ആണുള്ളത്. ഒരു നോർമൽ ബെഡ്റൂമും ഒരു കിഡ്സ് റൂമും ആണുള്ളത്. നമുക്ക് നോർമൽ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമിന്റെ നേരെ മുകളിലുള്ള ഭാഗമാണ്. സോ സെയിം സൈസ് തന്നെയാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഓൾമോസ്റ്റ് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. കുറച്ച് കളർ ചേഞ്ച് മാത്രമാണ് ഈ ബെഡ്റൂമിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ കിഡ്സ് റൂമാണ്. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയയും ഈ ഏരിയ തന്നെയാണ്. 4 കുട്ടികളാണുള്ളത്. 4 പേർക്കും കൃത്യമായിട്ടും സ്പേസ് വരുന്ന രീതിയിലാണ് ഈ കിഡ്സ് റൂം ചെയ്തിട്ടുള്ളത്. ബെഡ് ഏരിയ ആണെങ്കിലും വാർഡ്രോബ് ഏരിയ ആണെങ്കിലും കുട്ടികൾക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു കോൺസെപ്റ്റിലുള്ള ബെഡിന് പറയുന്നത് ബങ്ക് ബെഡ് എന്നാണ്. സ്റ്റീലിൽ സ്ട്രക്ചർ ചെയ്തിട്ട് മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബെഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പുറത്ത് PU ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ റൂമിൽ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് നോക്കിക്കഴിഞ്ഞാലും വാർഡ്രോബ് ആണെങ്കിലും ബെഡ് ആണെങ്കിലും മാച്ച് ചെയ്യുന്ന രീതിയിലാണ്, പരസ്പരം മാച്ച് ചെയ്യുന്ന രീതിയിൽ 4 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ഓണർ സമീർ സാറിന് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു കിഡ്സ് റൂം മനോഹരമാക്കണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എടുത്തേക്കുന്ന ഈ 4 കളേഴ്സും ഈ 4 കുട്ടികളുടെയും ഫേവറേറ്റ് ആണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ വീട്ടിലെ ഹോം തിയേറ്റർ ആണ്. നമ്മളിനി കാണാൻ പോകുന്നത് ഈ വീടിന്റെ ബാൽക്കണിയാണ്. വീടിന്റെ ഫ്രണ്ടിലേക്ക് വ്യൂ വരുന്ന രീതിയിലാണ് ബാൽക്കണി ഏരിയ ചെയ്തിട്ടുള്ളത്. ഫൈനലി നമ്മൾ വീടിന്റെ കിച്ചൺ ഏരിയയിലേക്കാണ് വരുന്നത്. ഈ വീടിനൊരു മോഡുലാർ കിച്ചണും ഒരു വർക്കിംഗ് കിച്ചണും ആണുള്ളത്. നമ്മൾ ഫസ്റ്റ് മോഡുലാർ കിച്ചൺ ഏരിയ നോക്കാം. സാഗ ഗ്രീൻ ഫിനിഷിൽ ഫുൾ ഹൈറ്റിൽ ലോഫ്റ്റ് ഉൾപ്പെടെയാണ് ടോപ്പ് ക്യാബിനറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണിലെ എല്ലാ കിച്ചൺ അപ്ലയൻസുകളും ബോഷ് എന്ന ബ്രാൻഡിന്റെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഈ കിച്ചണിലുള്ള ആക്സസറീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലാഡർ യൂണിറ്റ്, ഹാഫ്ലയുടെ മെട്രിക്സ് ബോക്സിലെ ഡിഫറെന്റ് ഓർഗനൈസേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. പ്ലേറ്റ് ഓർഗനൈസർ, കട്ട്ലറി, പുൾ ഔട്ട് യൂണിറ്റ്, പ്ലേറ്റ് ബാസ്ക്കറ്റ്, പ്ലെയിൻ ബാസ്ക്കറ്റ്, GTPT, വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഇടാൻ സാധിക്കുന്ന രീതിയിലുള്ള വെജിറ്റബിൾ ബാസ്ക്കറ്റ് ചെയ്തിട്ടുണ്ട്. കോർണർ യൂണിറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത് മാജിക് കോർണർ ആണ്. പുറത്തേക്ക് പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. മൈക്രോവേവ്, ഓവൻ, റെഫ്രിജറേറ്റർ ഇതെല്ലാം ഒരു ബിൽറ്റ് ഇൻ കോൺസെപ്റ്റ് വരുന്ന രീതിയിൽ കൃത്യമായിട്ട് പാനലിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം കവർ ചെയ്തെടുത്തേക്കുന്നത്. ദെൻ നമുക്ക് മിക്സർ ഗ്രൈൻഡറിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ക്യാബിൻ കൂടി ചെയ്തിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഉപയോഗം കഴിയുമ്പോൾ നമുക്കത് ഉള്ളിലേക്ക് ആക്കി അടച്ചു വെക്കാൻ സാധിക്കും. നമ്മുടെ ഇതിനു മുമ്പുള്ള സീരീസുകളൊന്നും നമ്മൾ പരിചയപ്പെടാത്ത ഒരു അക്സസറീസ് നമുക്ക് ഈ ഒരു വീടിന്റെ കിച്ചണിൽ പരിചയപ്പെടാൻ സാധിക്കും. കിച്ചണിന്റെ ടോപ്പ് ക്യാബിനറ്റിലാണ് ഈ യൂണിറ്റ് ചെയ്തേക്കുന്നത്. എപ്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പുൾ ഡൗൺ മെക്കാനിസം ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള 2 സൈസിലുള്ള മെക്കാനിസം ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടത് 90 സെന്റിമീറ്റർ ആണ്. ഈ കാണുന്നത് 60 സെന്റിമീറ്ററിന്റെ ആണ്. മോഡുലാർ കിച്ചണോട് ചേർന്ന് തന്നെയാണ് വർക്കിംഗ് കിച്ചൺ ചെയ്തേക്കുന്നത്. 2 ഏരിയയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ചെയ്തേക്കുന്നത്. ഈ കൗണ്ടർ ചെയ്തേക്കുന്നത് സ്പെക്ട എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ക്വാർട്സ് ബേസ്ഡ് ആയിട്ട് വരുന്ന സ്റ്റോൺ ആണ്. ക്യാപ്പച്ചിനോ കളർ ഫിനിഷിംഗിലാണ് വർക്കിംഗ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഡബിൾ ബോൾ കിച്ചൺ സിങ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബോഷിന്റെ തന്നെ അപ്ലയൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 ബർണർ നോർമൽ ഹോബ് കൂടാതെ ഒരു ഇൻഡക്ഷൻ ഹോബ് കൂടി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മോഡുലാർ കിച്ചണിൽ കണ്ടതുപോലുള്ള യൂണിറ്റുകളാണ് ഈ വർക്കിംഗ് കിച്ചണിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ യൂണിറ്റ് എന്ന് പറയാൻ സാധിക്കുന്നത് ഈ ഒരു മിക്സർ ഗ്രൈൻഡർ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു മെക്കാനിസം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീടിന്റെ എല്ലാ ഭാഗവും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അല്പനേരം ഈ വീടിന്റെ ഓണേഴ്സുമായിട്ട് കൂടി ഒന്ന് സ്പെൻഡ് ചെയ്യാണ്. സമീർ സാറും ഫാമിലിയും. മക്കളുടെ പേരൊന്ന് പറയാമോ? ഇതിന്റെ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു എലിവേഷൻ സാധാരണ ഞാനെങ്ങും അധികം കണ്ടിട്ടില്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു ഡിസൈനിലേക്ക് വന്നത്? ഒരു വെറൈറ്റി വേണമെന്ന് വിചാരിച്ചിട്ട് ഞാനും വൈഫും കൂടെ ഈ ഡിസൈനിന്റെ അടുത്ത് പറഞ്ഞിട്ട് ബിൽഡേഴ്സിന്റെ അടുത്ത് പറഞ്ഞു അവരത് ഡിസൈൻ ചെയ്ത് തന്നെയാണ്. ആ ഒരു കോൺസെപ്റ്റ് ഈ വീടിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും. ഇവൻ നമ്മൾ ഈ കാണുന്ന ഒരു TV യൂണിറ്റ് എല്ലാ ഭാഗത്തും, അതെ, ബെഡ്റൂമിൽ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ഒരു കറോട് ഫിനിഷ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ ബിൽഡേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ കരുനാപ്പള്ളിൽ തന്നെ ഒരു ലീഡിംഗ് ബിൽഡറാണ് ബെസ്റ്റ് ബിൽഡേഴ്സ്. ബെസ്റ്റ് ബിൽഡേഴ്സ് ആണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ബെസ്റ്റ് ബിൽഡേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ? ഞങ്ങൾ കുറേ ബിൽഡേഴ്സിന് നോക്കിയായിരുന്നു. കുറേ ബിൽഡേഴ്സിന് നോക്കി
നമുക്ക് ഈ പറഞ്ഞത് തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന കുറെ നമ്മൾ ചെയ്ത വീടുകളിലൊക്കെ പോയി നോക്കിയപ്പോൾ കുറെ കസ്റ്റമേഴ്സ് പറഞ്ഞ അഭിപ്രായത്തിൽ എത്തിയ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടിട്ടാണ്. നമ്മള് ഇങ്ങനെയാണ് HHOISലേക്ക് ഒരു കണക്ഷൻ വന്നത്. HHOISലേക്ക് രണ്ട് രീതിയിൽ കണക്ഷൻ ഉണ്ട്. ഒന്നെന്ന് വെച്ചാല് ബിൽഡേഴ്സ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ മെയിനായിട്ട് നോക്കിയത് നമുക്ക് ക്വാളിറ്റി സർവീസ് വേണമെന്ന് ബിൽഡേഴ്സിൻ്റെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് പറഞ്ഞപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് പറഞ്ഞത് HHOIS ആണ്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ എൻ്റെ അളിയൻ്റെ വീട്ടിൽ എടുത്തേക്കുന്ന HHOIS ആണ്. അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്ന അവിടെയാണ്. നമുക്ക് അവിടുത്തെ സർവീസിനെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ട്. ഓക്കെ, അത് കാരണം അതിലേക്ക് എത്തി. അതുപോലെ ഈ വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത് HHOISൻ്റെ തന്നെ ഇൻറ്റീരിയർ ഡിവിഷനാണ്. അവരുടെ സർവീസിനെ കുറിച്ച് കൂടി ഒരു ഫീഡ്ബാക്ക്. അവർ ഞങ്ങൾക്ക് വേണ്ടി ഇരുന്നെന്ന് തന്നെ പറയാം. ഓക്കെ, ഒരുപാട് കാര്യത്തിൽ പ്രത്യേകിച്ച് രണ്ടുപേരുടെ പേര്, ഒന്ന് നിതിൻ എന്ന് പറയും, രണ്ടാമത് മുഹമ്മദ്. ഇവർ രണ്ടുപേരും ഞങ്ങൾക്ക് മാക്സിമം ചില രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് സമയത്തിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ നിന്ന് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം നിന്നിട്ടുണ്ട്. അതുപോലെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവരൊരു ഡിസൈൻ നമ്മളിലേക്ക് ഇട്ട് തന്നിട്ട് ഇത് കൊള്ളാവുന്നല്ല ചോദിച്ചത്, ഞങ്ങളുടെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അവർ അത് ഡിസൈൻ ചെയ്ത് തന്നതാണ്. പല കാര്യങ്ങളും ഇപ്പം ലിവിംഗ് റൂം ആയാലും ബെഡ്റൂംസ് ആയാലും കിച്ചൺ ആയാലും എല്ലാം, ഈ കളർ പാറ്റേൺ ആയാലും എല്ലാം നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ ചെയ്ത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നിട്ടുണ്ടാവും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഈ വീഡിയോ അല്പനേരം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നതിന് കുട്ടികൾക്ക്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും